ഹലോ ഗൈസ്, വെൽക്കം ടു അനദർ ഫ്ലാഷ് വ്ലോഗ്. നമ്മളിന്ന് സ്മോക്ക് കൾച്ചർ ബൈ സ്റ്റീവിൽ ബാർബക്യൂ ആൻഡ് സ്മോക്ക് സംഭവങ്ങൾ കഴിക്കാൻ പോവുകയാണ്. കാർത്തി ലാൻഡ് ചെയ്തിട്ടുണ്ട്. സോ കാർത്തി, വർഷ എല്ലാവരും ഉണ്ട്, ഷാരു ഒക്കെ ഉണ്ട്. സോ നമ്മളവിടെ പോയിട്ട് സ്മോക്ക്ഡ് ബീഫ് ബ്രിസ്ക്കറ്റും സംഭവങ്ങളൊക്കെ കഴിക്കാനുള്ള പരിപാടി. കുറേ നാളായിട്ട് ഇങ്ങനെ വിചാരിക്കുന്നു അവിടെ പോകണം എന്നുള്ളത്. പക്ഷെ അടിപൊളി ഫുഡാണ്. സോ ലെറ്റ്സ് സീ ഗൈസ്. അവർ താഴെ വരുന്നുണ്ട് എന്നെ പിക്ക് ചെയ്യാൻ. സോ ഞാൻ പോയി കാർത്തിക്കിൻ്റെ വ്ളോഗിലോട്ട് പോയി കയറട്ടെ ഗൈസ്. ബിസ്ക്കറ്റ് ഞാൻ കഴിച്ചിട്ടുണ്ട്, പക്ഷേ സ്റ്റീവിൻ്റെത് കഴിച്ചിട്ടില്ല ഗൈസ്. അപ്പം എന്തായാലും ഇന്ന് പോയിട്ട് പുള്ളിയുടെ വീട്ടിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പം അവിടെ പോയിട്ട് എന്താണ് സംഭവം എന്നുള്ളത് നോക്കിയിട്ട് ഞാൻ വരാം. സ്ട്രൈറ്റ് ടു കാർത്തിക്സ് വ്ളോഗ്. അപ്പം തൽക്കാലത്തേക്ക് ഞാൻ വിട പറയുന്നു. അവിടെ വെച്ച് കാണാം. ബൈ ഗൈസ്, വെൽക്കം ബാക്ക് ടു അനദർ. അത് ഞാൻ നിന്റെ വെയിറ്റ്. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ റീയൂണൈറ്റ് ചെയ്തിരിക്കുകയാണ്. നമ്മുടെ ഫുഡ് ബാഡി കാർത്തി ഈസ് ഹിയർ ആൻഡ് ഹിസ് പ്രിയ പത്നി വർഷ ഈസ് ഹിയർ. അപ്പം നമ്മളിങ്ങനെ എന്തോന്ന് പറയണം, മറ്റേ ബ്രിസ്ക്കറ്റ് കഴിക്കാൻ പോവുകയാണ് ഗൈസ്. പാർലേജി ബിസ്ക്കറ്റ് ഒന്നുമല്ല, ബീഫ് ബ്രിസ്ക്കറ്റ്. എനിക്ക് എനിക്ക് തോന്നുന്നു അത് മാത്രമേ കഴിക്കാൻ പറ്റൂ. അവിടെ കുറെ പോർക്കിന്റെ സാധനങ്ങളാണ് കൂടുതലുള്ളത്. ബിക്കോസ് സ്മോക്ക്ഡ് മീറ്റ് ആണ് മൊത്തം. ചിക്കൻ ഉണ്ടെങ്കിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്, പക്ഷെ ചിക്കൻ കാണാൻ ചാൻസ് വളരെ കുറവാണ്. എനിക്ക് മാത്രമാണോ വിശക്കുന്നത്? ഞാൻ വണ്ടി ഓട്ടിക്കാത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സാധനം എന്റെ തലയിൽ കൂടെ വല്ലതും ഒന്ന് വീഴോ എന്നുള്ളൊരു ലൈറ്റ്. അതൊന്നും വീഴൊന്നുമില്ല. ഞാൻ എന്റെ വ്ളോഗിംഗ് സെറ്റപ്പ് എന്റെ സനുപ്രയ്ക്ക് വേണ്ടി കാണിച്ചു കൊടുത്തേക്ക്. ഗൈസ്, ഇത് കാർത്തിയുടെ സ്ട്രീറ്റ് ലൈറ്റ് സെറ്റപ്പ് ആണ്. എന്റെ പൊന്നെ, ഒരു സ്ട്രീറ്റ് ലൈറ്റ് പോലത്തെ ഒരു സാധനം എടുത്ത് കാറിന്റെ ഉച്ചിയിൽ വെച്ചിട്ടുണ്ട് ഗൈസ്. എന്നിട്ട് ഞാൻ എന്റെ വ്ളോഗിന് വേണ്ടിയുള്ള സെറ്റപ്പാണ് ഇതൊക്കെ. ഞാൻ നോക്കി, ഞാൻ ഓർഡർ ചെയ്യും ഗൈസ്. കൊള്ളാം, ഒരു രസമുണ്ട്. അപ്പം കാറിൽ വ്ളോഗ് ചെയ്യാൻ പറ്റിയ ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇതേപോലെ തന്നെയാണ് എനിക്കും. ഒരു കപ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കട്ടെ. കപ്പിൾ ക്വസ്റ്റ്യൻ എന്നെ ടോർച്ചർ ചെയ്തോണ്ടിരിക്കുന്നു. ആര് പറഞ്ഞു? അല്ലല്ല സനു ബ്രോ, ഈ ഇൻസ്റ്റാഗ്രാമില് ഈ വൈഫുമാർ അല്ലെങ്കിൽ ഗേൾ ഫ്രണ്ട്സ് ഹസ്ബൻഡുമാരുടെ അടുത്ത് ബോയ് ഫ്രണ്ട്സിന്റെ അടുത്ത് ചോദിക്കണ കുറെ കൊനിഷ്ഠ ചോദ്യങ്ങളുണ്ടല്ലോ. ഞാൻ ഇങ്ങനെ വെറുതെ ചോദിച്ചു, നീ ഇതൊന്നും ചോദിക്കാറില്ലല്ലോ, എന്ത് നല്ലതാണെന്ന് പറഞ്ഞു. അയ്യോ, ഞാൻ ഒരുപാട് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതൊരു വ്ളോഗായിട്ട് എന്നിട്ട് അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കൊണസ്റ്റ് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് നല്ല രസമായിരിക്കും അത്. ഞാൻ കിടിലാണ്. ഞാൻ എന്തൊക്കെ ആൻസർ ഒക്കെ പറഞ്ഞു. ഒരെണ്ണം സനുബ്രോ ഒക്കെ ഒരെണ്ണം ചോദിക്കട്ടെ. ചോദിച്ചോ എന്താ ആൻസർ വരുന്നത്? മരിക്കാൻ കിടക്കണതാ, അങ്ങനെ എന്തെങ്കിലും പറ്റി ആ ചോദ്യം ചോദിക്കും. മരിക്കാൻ കിടക്കണതാടേ, അങ്ങനെ കൊണ്ട് ചോദ്യം. ഞാൻ ചോദിക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ സനുബ്രോയ്ക്ക് ഒരു ഗേൾ ഫ്രണ്ട് ഉണ്ട്. ഈ ഗേൾ ഫ്രണ്ട് മരിക്കാൻ കിടക്കണം. അപ്പൊ ഈ ഗേൾ ഫ്രണ്ടിനെ ചീറ്റ് ചെയ്താൽ മാത്രമേ സനുബ്രോയ്ക്ക് ആ ഗേൾ ഫ്രണ്ടിനെ സേവ് ചെയ്യാൻ പറ്റൂ. മരിക്കാൻ കിടക്കണമെന്നല്ല, ഇപ്പൊ ഒരു ഡേഞ്ചറിൽ നിക്കണം. അപ്പൊ അങ്ങനെയായി മരിക്കാൻ കിടക്കണേന്ന് നേരെ ഡേഞ്ചറിൽ. ഓക്കെ, കുറച്ച് കഴിയുമ്പോ പറയും ഒരു കുഴപ്പമില്ല, അഭിനയിച്ചോണ്ടിരിക്കുകയാണെന്ന് പറയും. ഓക്കെ ഓക്കെ. അപ്പൊ ഈ ഗേൾ ഫ്രണ്ടിനെ ചീറ്റ് ചെയ്താൽ മാത്രമേ ഈ ഗേൾ ഫ്രണ്ട് ലൈഫ് സേവ് ചെയ്യാൻ പറ്റൂ. എന്ത് ചെയ്യും? ആ പെണ്ണെ രക്ഷിക്കണമെങ്കിൽ ചീറ്റ് ചെയ്യണം. ഞാൻ ചീറ്റ് ചെയ്യും. എന്ത്? ബിക്കോസ് ഒന്നാമത്തെ കാര്യം, നമുക്ക് അവരുടെ ജീവനാണ് വലുത്. അല്ല, ചീറ്റ് ചെയ്തിട്ട് പിന്നെ ഞാൻ ഗവൺമെന്റിന്റെ കൂടെ നിൽക്കൂല. ഞാൻ എന്റെ വഴിക്ക് പോവും, അവളെ പാടിന് പോകും. ആ ത്യാഗം, അതാണ് ഉദ്ദേശിച്ചത്. മനസ്സിലായില്ലേ? അതാണ് സ്നേഹം. മനസ്സിലായില്ലേ? അത് നിനക്ക് പറയാൻ പറ്റൂല, എനിക്ക് പറയാം. എനിക്ക് ഒന്നാമത്തെ കാര്യം ഇമാജിനറി ഗേൾഫ്രണ്ടും പിന്നെ ത്യാഗ മനോഭാവമുള്ള ഞാൻ. ഒബ്വിയസ്ലി ഒറിജിനൽ ആവണില്ലല്ലോ എനിക്ക്. അങ്ങനെ ഒരു സിറ്റുവേഷൻ ഞാനല്ല. അതുകൊണ്ട് എനിക്ക് ഒറിജിനലായിട്ട് വിചാരിക്കേണ്ട ആവശ്യമില്ല. നമ്മൾ വളരെ മറ്റേ ഭാവനയിൽ നിന്ന് ഉതിർത്തെടുത്തുള്ള ആൻസേഴ്സ് ആണ്. അല്ല, നീ ഒന്ന് ആലോചിച്ചേ, നമുക്ക് നമ്മളെ കൂടെ ഒത്തിരി വർഷം ഉണ്ടായിരുന്ന ഒരാള് മരിക്കാൻ കിടക്കുന്നു. നമ്മളെ കൊണ്ട് അവരെ രക്ഷിക്കാൻ പറ്റും. ചെറിയൊരു കാര്യം, ചീറ്റ് ചെയ്യുക. അവർക്ക് അവരുടെ ജീവനാണ് കിട്ടുന്നത്. ആ എഴുന്നേറ്റ് വരുന്ന പെൺകുട്ടി സനുബ്രോ അവളെ ചീറ്റ് ചെയ്തെന്ന് അറിയുമ്പോഴത്തേക്ക് എന്താ സംഭവിക്കും? ഇവിടെ വേറെ ഇത് മാജിക് അല്ലേ? മാജിക് ഒന്നുമല്ല അല്ലേ? അപ്പൊ ചീറ്റ് ചെയ്താൽ എങ്ങനെയാണ് രക്ഷപ്പെടുന്നത്? അത് നീ പറ. അല്ല, ചീറ്റ് ചെയ്താ എങ്ങനെ ഇത് രക്ഷപ്പെടുമെന്ന് പറ. അത് മാജിക്. ആ രക്ഷപ്പെടണേന്റെ ഇതും കൂടെ പറ. എനിക്കത് അറിയണം. മാജിക് ആണെങ്കിൽ ചിലപ്പം
അയ്യോ എന്റെ പൊന്നോ. ചിലപ്പോ ആ പെണ്ണ് എണീക്കുമ്പോ എല്ലാം മറന്നിട്ട് എണീക്കണമെങ്കിൽ ചീറ്റ് ചെയ്തെന്ന് അറിയില്ലല്ലോ. പിന്നെ ആൻസർ ഉണ്ട് സനി ബ്രോ, ഞാൻ കണ്ടുപിടിച്ച ആൻസർ. പോലീസ് പോലീസിനെ ലൈറ്റ് പിടിക്കും. പോലീസ് നോക്കിയാണ് നമ്മളെ അല്ല സനുബ്രോ. എടാ നിർത്താ. വണ്ടി ഓടിക്കണത് ഞാൻ, പെറ്റി അടിക്കാൻ പോണത് എനിക്ക്. അവരെന്നെ നോക്കുന്നത് എല്ലാവരുടെയും മുഖമൊക്കെ അവരെനിക്ക് വന്നത് മറ്റേ AI ക്യാമറ പോലും വേണ്ട. ഇവിടെ ഒരു വലിയ ജ്വലിക്കുന്ന ഇതെന്താണ് ക്യാമറയുടെ പുറകെയുണ്ട്. അവര് നോക്കുന്നത് എന്തോ MVDക്ക് ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കും. ഞാൻ മറ്റേ ലൈറ്റ് ഇട്ട് വണ്ടിയിലത് കല്യാണം നടത്താനുള്ള ലൈറ്റ് ഉണ്ട് ഗൈസ്. പോലീസുകാർ വട്ടായിട്ട് നോക്കണൊക്കെ പൊയ്ക്കോ കേട്ടോ. സത്യത പോലും ഇല്ല. ആൻസർ കേൾക്കണോ വേണ്ടേ? അതെ ആൻസർ പറ. എന്തായിരുന്നു ഇതിന്റെ അത്യുജ്വലമായ ആൻസർ? കണ്ടുപിടിച്ചതിന്റെ ആൻസർ എന്താണ് ആൻസർ? ഇപ്പൊ നമ്മള് പക്ഷെ സനുബ്രോ കണ്ടുപിടിച്ചതൊന്നുമില്ല. അത് പറഞ്ഞിട്ട് ആൻസർ പറഞ്ഞിട്ട് ഞാൻ പറയാം. സനി ബ്രോ പറയ് കേക്കട്ടെ. നമ്മുടെ ഗേൾഫ്രണ്ട് കിടക്കയല്ലേ? നമ്മളെ ഗേൾഫ്രണ്ടാ? അതല്ല, ഈ ക്വസ്റ്റ്യനിലെ ഗേൾഫ്രണ്ട്. ഇപ്പൊ ഞാൻ ചോദിച്ച വൈഫായിട്ട് അവള് വൈഫായിട്ട് ഞാൻ പറഞ്ഞു ഞാൻ എന്റെ വൈഫിനെ ഡിവോഴ്സ് കിടക്കണ വയ്യാതെ കിടക്കയല്ലേ. ഓ അങ്ങനെ. അപ്പം വൈഫ് എന്റെ എക്സ് വൈഫ് ആവുമല്ലോ. ഇല്ല അത് നടക്കൂല. ആവും. അല്ല അത് ഇതിന്റെ കണ്ടീഷനിൽ പറഞ്ഞില്ല. ഇല്ല അതാണ് അങ്ങനെ ക്രൂഡായിട്ട് ചിന്തിക്കണം. അപ്പൊ എക്സ് വൈഫ് ആവുമ്പം എക്സ് വൈഫുമായിട്ട് നമുക്ക് ചീറ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും മാരി ചെയ്യുന്നു. അപ്പൊ വൈഫായി. എന്നാലും സനുബ്രോ ഇത് ഇമ്പോസിബിൾ ആണ്. അയ്യേ ഇത് ഞാൻ പറഞ്ഞേ, ഇത് ഒരിക്കലും നടക്കാത്ത കേസാണ്. എക്സ് വൈഫാ പിന്നെന്തോ എക്സ് വൈഫിന് ആരുടെ എത്ര വലിയ, ഞാൻ പിന്നെ അത് ചീറ്റിംഗ് എന്ന് പറയില്ലല്ലോ. അത് ഞാൻ പിന്നെ ജീവിതം മുന്നോട്ട് നയിക്കുന്നതാണ്. വൈഫായിട്ട് ഇരിക്കുമ്പം എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ അതിന് ചീറ്റിംഗ് എന്ന് പറയാം. നീ പറയണ ലോജിക്ക് വെച്ചിട്ട് ഒരു ചീറ്റിംഗും ഇല്ല. അങ്ങനെയാണെങ്കിൽ അല്ല നീ പറയണെന്ന് പറഞ്ഞു കഴിഞ്ഞാ സനുബ്രോ അത് ലോജിക്ക് കേട്ടിടുന്നതിന്റെ അകത്ത് അങ്ങനെ പറയാൻ പറ്റില്ല. ചീറ്റിംഗ് എന്ന് പറയുമ്പോ ഫസ്റ്റ് എന്റെ ഇതിൽ ഞാൻ പറഞ്ഞുതരാം. നമ്മൾ ഇതേപോലെ സിറ്റുവേഷൻ ഉണ്ട്. അപ്പൊ നമ്മളിങ്ങനെ ചെയ്യുന്നത് മാജിക്കലി രക്ഷപ്പെടുന്നതാണ്. അല്ലാതെ ലോകത്ത് ഇത്രയും ഡോക്ടർമാരുള്ളപ്പോ ഞാൻ പോയി ചീറ്റ് ചെയ്യണമല്ലോ. അപ്പൊ ഇതൊരു ഞാൻ ഭയങ്കര ലോജിക്കാണ്. എനിക്ക് ലോജിക്കലി ഇല്ലോജിക്. അപ്പം നമ്മൾ ഇങ്ങനെ ചീറ്റ് ചെയ്യുന്നു. ഒന്നെങ്കിൽ എല്ലാവരുടെയും ഓർമ്മശക്തി നശിക്കണം ഞാൻ ഇങ്ങനെ ചെയ്തെന്നുള്ളത് ആർക്കും ഓർമ്മ ഉണ്ടായിരുന്നു. എന്റെ ഞാൻ പറഞ്ഞേ പുള്ളിക്കാരി രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യും. അത് എന്റെ ഒരു ത്യാഗമായിട്ട് നിങ്ങൾ കണ്ടാ മതി. എടാ ഒന്ന് പെണ്ണുങ്ങളെ തെറി വിളിക്കുന്നു. മറ്റേ ജെൻസി മറ്റേ എന്തൊന്നും ബുദ്ധിയില്ല, ഫേക്കാണ്, ആക്സെന്റ് പോരാന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ഇന്നലെ കമന്റ് അടിച്ച. അപ്പൊ എനിക്ക് തോന്നി അവന് കുറച്ചൊന്ന് മോട്ടിവേഷൻ കൊടുക്കണമല്ലോ വെച്ചിട്ട് എന്നെ തെറിയെന്ന് വിളിച്ചു. പക്ഷെ എന്നാലും അത് മോശമാണല്ലോ. കുറച്ചൊക്കെ പെണ്ണുങ്ങളെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണം. അപ്പൊ അതുകൊണ്ട് ഞാനൊന്ന് ഒരു സാധനം ഇട്ടെന്നേ ഉള്ളൂ. അല്ലെങ്കിൽ എന്നെ തെളിവിച്ച് ഞാൻ അപ്പൊ തന്നെ ഡിലീറ്റ് ചെയ്തോളൂ. ആര് കാണാൻ? ഞാനാണ് അതിന്റെ അത് കുത്തിയാണ് ഇരിക്കണത്. ആര് മറ്റേ ഹേറ്റ് കമന്റ് വരണത് അവൻ തന്നെ. എടാ ചിലവന്മാരൊക്കെ പേടിച്ചു പോകും. അവൻ കമന്റ് ചെയ്യണതും കാണാതെ പോകും. അപ്രത്യക്ഷം വാനിഷിങ് ഹേറ്റ് മെസ്സേജ് എന്നൊക്കെ പറഞ്ഞിട്ട് അവന്മാർക്ക് അറിഞ്ഞൂടല്ലോ നമ്മുടെ സ്പീഡ് എങ്ങനെയാണെന്നുള്ളത്. ചിലവന്മാരൊക്കെ വീണ്ടും റിപ്പീറ്റ് അടിക്കും. ഞാൻ അത് വീണ്ടും ഡിലീറ്റ് ചെയ്യും. പിന്നെ അവന്മാരെ ആ കളി അങ്ങ് ഉപേക്ഷിച്ചിട്ട് അങ്ങ് പോകും. മനസ്സിലായല്ലേ? അപ്പൊ ഞാൻ വിചാരിച്ചു ഇതൊക്കെ ഒരു വീഡിയോ ആയിട്ട് അങ്ങ് ഇടാം. ഇതിന്റെ താഴെ കമന്റ് വന്നാൽ അതും ഡിലീറ്റ് ചെയ്യും. മൊത്തം നമ്മൾ ഒരു ഡിലീറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇതൊരു തമാശയായിട്ട് ഞാൻ കാണുന്നുള്ളൂ ഗൈസ്. പക്ഷെ കുറച്ച് റെസ്പെക്ട് ഉണ്ടാവണം എല്ലാവർക്കും, എല്ലാവരുടെ അടുത്തും. അത്രേ ഉള്ളൂ. അതുണ്ട്. ഒന്നാമത് ഞാൻ പറഞ്ഞേ ഇപ്പൊ നമ്മളെ വിളിച്ചാലും കുഴപ്പമില്ല. നമ്മളിതൊക്കെ കൂളായിട്ട് ഓക്കെ. വ്ളോഗിനെ പറ്റി വല്ലതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും കുഴപ്പമില്ല. ഇതിപ്പോ നമ്മളെ വന്നിട്ട് ഇപ്പൊ നിന്റെ വ്ളോഗിൽ വന്നിട്ട് എന്നെ തെറി വിളിക്കണം വെച്ചോ. അപ്പൊ ആ ഒരു സെയിം സംഭവമാണ് അത്. എനിക്ക് കൂടെ ഇപ്പൊ നമ്മളെ വ്ളോഗിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നവരാണ് മിക്കവരും. അപ്പൊ അത് ഞാൻ എന്തായാലും അറ്റ്ലീസ്റ്റ് കുറച്ചൊന്ന് പ്രൊട്ടക്ട് ചെയ്യണമല്ലോ. അത് ചെയ്തതാണ്. അപ്പൊ എന്തായാലും ഞങ്ങൾ ഇനി ബിസ്ക്കറ്റ് തിന്നാൻ പോട്ടെ. ഞാൻ ചീറ്റൊന്നും ചെയ്യില്ല കേട്ടോ. ഞാൻ ചുമ്മാ പറഞ്ഞ ഞാൻ അതൊരു കണ്ടന്റിന് വേണ്ടി പറഞ്ഞതാണ്. ഞാൻ ചീറ്റൊന്നും ചെയ്യില്ല ഗൈസ്. ഞാൻ വളരെ നിഷ്കളങ്കനും കമ്മിറ്റഡുമായിട്ടുള്ള ലവറാണ്. ആ പെണ്ണ ലൈറ്റും യൂണിവേഴ്സിന്റെ ഓരോ കളികളെ. എന്റെ യഥാർത്ഥ ആൻസർ ഞാൻ പറഞ്ഞുതരാം.
അതായത് എന്റെ ഗേൾഫ്രണ്ട് ഇങ്ങനെ വയ്യാതെ കിടക്കുമ്പോൾ ഞാൻ ദിവ്യ ശക്തിയാൽ ഞാനും അതുപോലെ വയ്യാതെ സൈഡിൽ കിടന്നിട്ട് ഒരേ അവസ്ഥയിൽ കിടക്കും. മനസ്സിലായില്ലേ? നമ്മൾ രണ്ടുപേരും രക്ഷപ്പെടുത്താം. മനസ്സിലായല്ലോ? അതാണ് എന്റെ ചീറ്റ് ചെയ്ത് രക്ഷപ്പെടുത്താൻ എനിക്ക് ഇഷ്ടമല്ല. എന്തിന് ഞാൻ വേണമെങ്കിൽ ഒരു ഫേക്ക് ചീറ്റിംഗ് കഥ ഇറങ്ങിയാലോ? ആദ്യം പറഞ്ഞ ആൻസർ എന്താണെന്ന് അറിയോ? എന്താണ്? ഞാൻ കുറച്ച് മൂക്കുപ്പൊടി എടുക്കും, എന്നിട്ട് തുമ്മുന്നു, എന്നിട്ട് വലിക്കും. ഓ എന്റെ പൊന്നോ, ഈ ചോദ്യത്തിലേക്ക് ഇതാണ് കറക്റ്റ് ഉത്തരം. എന്റെ ദൈവമേ, ഞാനും ഇതുവെല്ലാം പറഞ്ഞാൽ മതിയായിരുന്നു. ഇത് ഞാൻ ഇടണോ വേണ്ടെന്ന് ആലോചിക്കുകയാണ്. ഞാനൊരു ചീറ്റിംഗ് പ്രോത്സാഹിപ്പിക്കുന്നിടത്തനായി മാറുമെന്നാണ്. ഗൈസ്, ഞാൻ ചീറ്റിംഗ് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, ഒരു തമാശക്ക് പറഞ്ഞത്. ഓ ഷിറ്റ്, ഞാനൊരു നല്ല കാര്യം ചെയ്യാന്ന് വിചാരിച്ചപ്പോ എനിക്ക് പണിയാവുന്ന. ഗൈസ്, ഞാൻ ചീറ്റ് ഒന്നും ചെയ്യൂല. The story of how I cheated on my girlfriend. You cheat, മറ്റേ ജഗതി പറഞ്ഞു. എവൻ മറ്റേ സിമ്മന്റ് വിറ്റതോല, എവൻ കള്ളൻ ചീറ്റ്. അതാ പോലെ ആക്കുമെന്ന് ഞാൻ. ഗൈസ് ഇല്ല ഗൈസ്, നമ്മള് നല്ല കുട്ടികളാണ്, അങ്ങനത്തെ പരിപാടികളൊന്നും ഇല്ല. ഏതെങ്കിലും ഒരു ഗേൾഫ്രണ്ട് ഉണ്ടെങ്കിൽ ഗൈസ് അങ്ങനത്തെ ഞാൻ ഇങ്ങനെ ചീറ്റ് പോയിട്ട് വേഗം പറഞ്ഞ പോലത്തെ ചീറ്റ് പോലും ചെയ്യൂല ഗൈസ്. അതെ അതെ, അത്രയ്ക്ക് ഞാൻ പറയാം. പിന്നെ എനിക്ക് അറിഞ്ഞൂടാ, ജീവിതകാലം മുഴുവൻ ഞാൻ ഇങ്ങനെ സിംഗിൾ ആൻഡ് ഹംബിൾ ആയിട്ട് നടക്കാനുള്ള ചാൻസ് ആണ് ഞാൻ കാണുന്നത്. മിക്കവാറും എന്നെ രക്ഷിക്കാനുള്ള സിറ്റുവേഷൻ ആയിരിക്കും വരാൻ പോകുന്നത്. ആ സമയത്ത് മിക്കവാറും അത് സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. എന്റെ കേസിൽ നടക്കൂല ഗൈസ്. ആ, വേറെ ക്വസ്റ്റ്യൻ ഉണ്ടോ? ഇനി അതർ ഇൻട്രസ്റ്റിംഗ് ക്വസ്റ്റ്യൻസ്? ഇനി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടാടി. അതൊക്കെ പൊക്കിക്കൊണ്ട് ഒരു സംഭവം കുറച്ച് ടൈം ഓടും. എടേ, ആരെങ്കിലും മാപ്പ് നോക്കുന്നുണ്ടല്ലോ അല്ലേ? അയ്യോ, ഞങ്ങൾ ബിസ്ക്കറ്റ് തിന്നാൻ പോട്ടെ. ബിസ്ക്കറ്റ് തിന്നാ മോനെ, ചീറ്റിങ്ങിന്റെ കാര്യമൊക്കെ എന്തിനാണ്? നമുക്ക് തീറ്റിങ്ങിന്റെ കാര്യം പറയാം ഗൈസ്. കം ഓൺ, ലെറ്റ്സ് ഗോ. ഗൈസ്, സ്മോക്ക് കൾച്ചർ ബൈ സ്റ്റീവിന്റെ വീടിന്റെ ബാക്കിലാണ് നമ്മള് പൂള് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ നിറച്ചും ജനമായിട്ട് നമ്മൾ വിചാരിച്ച് കുറച്ചൊന്ന് പൂൾ സൈഡൊക്കെ ഒന്ന് എൻജോയ് ചെയ്യാം. യെസ്, കൊള്ളാം. ഇത് കുറച്ച് അത്യാവശ്യം ഇതെന്താ? താങ്ക് യു ഫ്ലവർ. ഇതെന്താണ് ബോയിങ് ബോയിങ്ങാ? ഇത് ഞാൻ കല്യാണം കഴിക്കാൻ പോകുന്ന കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടി തന്ന മോതിരം എന്ന് പറഞ്ഞിട്ട് മറ്റേ മോഹൻലാൽ കൊടുക്കുമല്ലോ. ഇത് ഞാൻ ഒരിക്കൽ കൂടെ നിനക്ക് തരും കല്യാണത്തിന്റെ അന്ന്. ഓക്കെ, അപ്പൊ ഗൈസ് നമ്മള് തേഞ്ഞു തള്ളി ഇരിക്കുകയാണ്. നല്ല ജനമുണ്ട്, ഒരു കല്യാണത്തിനുള്ള ജനമുണ്ട് അതിന്റെ അവിടെ. എപ്പോ കിട്ടുമെന്നൊന്നും ആരും പിടിയില്ല, ബട്ട് ലെറ്റ്സ് സീ, നമുക്ക് കിട്ടുമായിരിക്കും. ഈ സാധനം തീരൂല എന്നൊക്കെ ഉള്ളൊരു ഉറപ്പ് വന്നിട്ടുണ്ട്. അതെ, ഒരു തലേ കത്തിയേറിയ ഒരു മനുഷ്യനുണ്ട് അവിടെ. ഇന്ന് ഹാലോവീൻ ആയിരുന്നു കേട്ടാ. ഹാലോവീൻ സ്പെഷ്യാലിറ്റി സംഭവങ്ങളാണ്. ഇവിടെ മൊത്തം ചെലന്തി വെച്ചിട്ടുണ്ട്. ഒരുമാതിരി മറ്റേ ആന ചെലന്തിയാണ്. കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ സത്യം പറഞ്ഞാൽ ഞാൻ ആദ്യം കയറി വന്നപ്പോ ലോകത്ത് ഇത്രയും വലിയ ചെലന്തി ഞാൻ ആദ്യം കണ്ടിട്ടില്ല. വ്ളോഗ് എടുക്കാന്നൊക്കെ വിചാരിച്ച് നോക്കിയപ്പോഴാണ് മനസ്സിലായത് അത് വെറും ബൊമ്മയാണ് ഗൈസ്. കരടിയുടെ ബൊമ്മ. പക്ഷെ കരടിയുടെ ബൊമ്മ അല്ലല്ലോ, മറ്റേ ചെലന്തിയുടെ ബൊമ്മ. എല്ലായിടത്തും ഉണ്ട്. ഇവിടെ നിറച്ചും കരടികളും. പക്ഷെ ഈ കരടി ഈ ഷാസിന്റെ ഒരു കരടിയുടെ ബൊമ്മ എന്നുള്ള സാധനം ഉണ്ടല്ലോ, ഈ ചെലന്തിയുടെ ബൊമ്മ, അതാണ് സംഭവം. അപ്പൊ ഇന്ന് നമുക്ക് ഒരു 6 പേർക്കുള്ള സീറ്റ് കിട്ടിയിരുന്നെങ്കിൽ പോയി വെട്ടി വിഴുങ്ങായിരുന്നു. സോ ഹംഗ്രി. പക്ഷെ വേർത്ത് ദ വെയിറ്റ് ആണ് കേട്ടോ. നല്ല സാധനമാണ് വേണ്ട. അത്യാവശ്യം ഒത്തിരി മണിക്കൂർ ഇങ്ങനെ സ്മോക്ക് ചെയ്ത് ടെൻഡർ ആയിട്ടിരിക്കുന്ന മീറ്റാണ്. 16 മണിക്കൂറൊക്കെ മിനിമം. നല്ല അലിഞ്ഞു പോകും ഇങ്ങനെ ബീഫ്. ആ ഓക്കെ ഗൈസ്, അപ്പൊ ഞാൻ ഒന്നും പറഞ്ഞില്ല. ടാറ്റാ, ബൈ ബൈ ഗൈസ്. ഞാൻ പറഞ്ഞ ചെലന്തി ഇതാണ്. എൻ്റെ ദൈവം, നോക്കടാ, വന്ന് കയറുമ്പം മനുഷ്യൻ പേടിച്ച് ചത്തു ഗേറ്റിൻ്റെ അവിടെ തന്നെ ഗൈസ്. നോക്കിയോ. പിന്നെ എനിക്കിത് ഫേക്കാണെന്ന് മനസ്സിലായതാ. ഇവിടെ മറ്റേ ഡയറക്ഷൻ്റെ സാധനത്തിലും ഒരു ചെലന്തി. അത് കണ്ടപ്പോൾ എനിക്ക് മനസ്സിലായി സംഭവം. അതുകൊണ്ടാ ഗൈസ്, അവിടുത്തെ തിരക്ക് കണ്ട, ഒടുക്കത്തെ തിരക്ക്. ആൾക്കാരൊക്കെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അത് എനിക്ക് തോന്നുന്ന ആൾക്കാരിങ്ങനെ ഇറങ്ങുന്ന അനുസരിച്ചാണ് അവർ കയറ്റുന്നത്. സോ ലെറ്റ്സ് വെയിറ്റ് ആൻഡ് കഴിക്കാം ഗൈസ്. നമുക്ക് അവരൊന്ന് സീറ്റ് ഒഴിയുന്നതും നമുക്ക് ചാൻസ് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഓക്കെ, ഔട്ട് ഓഫ് ഫോക്കസ് ആവുന്നുണ്ടല്ലേ? അതെന്താണ് ഇത് ഇങ്ങനെ? അല്ലാതെ ഉണ്ട്, പകലും ഉണ്ട്. പ്രൊഡക്ഷനാണ് ഭയങ്കര. ഐഫോൺ ഭയങ്കര ഔട്ട് ഓഫ് ഫോക്കസ് ഇഷ്യൂസ് വരുന്നുണ്ട്. ഇത് സോഫ്റ്റ്വെയർ ഇഷ്യൂ ആണ്. അതൊന്ന് സെറ്റ് ആക്കിയിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. 14 Pro Max വരെ നല്ല അടിപൊളി ഔട്ട് ഓഫ് ഫോക്കസ് ആയിരുന്നു. ഇപ്പം
വല്ലപ്പോഴൊക്കെ ഐഫോണിന് തോന്നുമ്പോഴാണ് ഫോക്കസ് ആവുന്നത് ഗൈസ്. അപ്പം എന്തായാലും നമുക്ക് സീറ്റ് കിട്ടണേയും മാത്രമല്ല അവർ വന്നില്ലല്ലോ, ഷാരും ടീമും ഒന്നും വന്നിട്ടില്ല. അപ്പോൾ അവർ വരുമ്പോഴത്തേക്കും നമുക്ക് സീറ്റ് കിട്ടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഗൈസ് ഇതാണ് നമ്മൾ വന്ന സ്ഥലം, സ്മോക്ക് കൾച്ചർ ബൈ സ്റ്റീവ്. അത്യാവശ്യം നല്ല തിരക്കുണ്ട് ഗൈസ്, ഒരു രക്ഷയില്ല. ഇന്ന് ഹാലോവിൻ തീമായതുകൊണ്ട് കുറേ അസ്ഥികൂടങ്ങളും സംഭവങ്ങളൊക്കെ കാണാം. ലെറ്റ്സ് സീ ഗൈസ്. ഗൈസ് ഇതാണ് ബ്രിസ്ക്കറ്റ്. അതിങ്ങനെ മീറ്റ് സ്മോക്ക് ചെയ്ത് വെച്ചേക്കണ സംഭവമാണ്. നല്ല ആന വലിപ്പത്തിലെ സ്മോക്കർ. ഇതൊക്കെ കസ്റ്റം മെയ്ഡാണ്. ഞാൻ പറഞ്ഞേ കസ്റ്റം മെയ്ഡാണ്. ഒരു രക്ഷയല്ല, നല്ല ആംബിയൻസ് കൊള്ളാം. ഓക്കെ ഗൈസ്, അങ്ങനെ നമ്മൾ ഓർഡറൊക്കെ ചെയ്തിട്ടിരിക്കുകയാണ്. ഞാനും വാങ്ങിക്കാനുള്ള പ്ലാനാണ് ഗൈസ്. ഈ സാധനം രസമുണ്ട് കേട്ടോ, കറക്റ്റ് ലൈറ്റിങ് കൊള്ളാം. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സാധനം വളരെ അത്യാവശ്യമാണ് എനിക്ക്. അപ്പം എന്തായാലും നമ്മൾ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഉടനെ വരുന്നതായിരിക്കും. നിൽക്കുക ഇനി ഇപ്പം ഇങ്ങനെ തിരിക്കുമ്പോൾ തന്നെ കാണും. ഫോക്കസ് കറക്റ്റ് ആണോ? ഓട്ടോ ഫോക്കസ് ഇഷ്യൂ ഇല്ലല്ലേ? ഓക്കെ കൊള്ളാം ഗൈസ്. ഈ ലൈറ്റ് ഞാൻ വാങ്ങിക്കുന്നതായിരിക്കും. ലുക്ക് അറ്റ് ദ തിരക്ക്. ദിസ് പ്ലേസ് ഈസ് ഫുൾ. ഒരു രക്ഷയില്ല, പാക്ഡ് ആണ് സംഭവം. നല്ല വൈബ് സ്ഥലം ഗൈസ്, അടിപൊളി. മറ്റേ ഫുഡിന് വേണ്ടി പോസ്റ്റായിട്ടിരിക്കുന്ന രണ്ട് ആത്മാക്കൾ. ഞാൻ അതിൻ്റെ ഇടയിൽ ഒരു അത്യാവശ്യം കുറച്ച് കഴിപ്പ് അല്ല കുറച്ച് സാഹസം കാണിച്ചു ഗൈസ്. ഡയറ്റ് ഇത് ക്രീം സോഡ ഫ്ലേവർ പെപ്സിയുടെ, ഇതൊക്കെ ഇമ്പോർട്ടഡ് ആണ് കേട്ടോ ഗൈസ്. വേണമെങ്കിൽ കുടിച്ചാൽ മതി. ഇവർ ചൂടുവെള്ളം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഞാൻ പിന്നെ കുറച്ച് അഡ്വഞ്ചറസ് ആയതുകൊണ്ട് ഈ സാധനം അങ്ങ് ഓർഡർ ചെയ്തു ഗൈസ്. ടേസ്റ്റ് മറ്റേ ഐസ്ക്രീമിൻ്റെ ടേസ്റ്റാടാ. ഇത് ദുബായിലൊക്കെ കിട്ടും, കൊക്കോളയുടെ ക്രീം സോഡ ഫ്ലേവറേ. ഞാൻ അത് പൊട്ടിച്ചിട്ട് കുടിക്കാം ഗൈസ്. അതൊക്കെ അത്രേ ഉള്ളൂ. ഓക്കെ പൊട്ടിയില്ല. ഓക്കെ നീ ഇത് പിടിച്ചോ, എൻ്റെ നേരെ തിരിച്ചോ. പെപ്സി ക്രീം സോഡ ഫ്ലേവർ. പണ്ട് ചുമേര മരുന്നില്ലേ, ചെറിയ രീതിയിൽ ഞാനൊന്ന് ചുമയുടെ മരുന്ന് കുടിച്ചൊരു ഫീലിംഗ് ഗൈസ്. ക്രീം സോഡ എന്ന് പറഞ്ഞിട്ട് പക്ഷേ ഐസ്ക്രീമും സോഡയും മിക്സ് ആകുമ്പോഴേ കറക്റ്റ് ഇടാ കഫ് സിറപ്പിൻ്റെ ടേസ്റ്റ്. ചെറുതായിട്ടൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയോ, ജസ്റ്റ് ഒന്ന്. അല്ലേ അവിടെ എന്തോ ഒരു അസ്കോറിലിൻ്റെ ടേസ്റ്റ് ഗൈസ്. കൊള്ളാം ഗൈസ്. ഇമ്പോർട്ടഡ് കഫ് സിറപ്പ്. ഇതാണ് നാച്ചുറൽ ചൂടുവെള്ളം. ലൈക്ക് Q3 എക്സ്പ്ലോർ ചെയ്യുന്ന കപ്പിൾസ്. അതാ വന്നിരിക്കുന്നു ഷാരു ആൻഡ് ടീം. എന്താണ് ഭയങ്കര ലേറ്റ് ആണല്ലോ. നീ വിളിച്ചു കഴിഞ്ഞപ്പോ ഞങ്ങൾ ഓർഡർ ചെയ്തു മിസ്റ്റർ അനന്തു വർക്കൗട്ട് തുടങ്ങിയാ? ഇല്ല, ഇല്ലെങ്കിൽ പിന്നെ ഇത് കഴിക്കോടാ ഞാൻ വന്നിട്ട്. അല്ലല്ല, വില കൂടി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ സനിബ്രോയുടെ ആയിരിക്കും. ഹലോ എന്തുണ്ടായിരുന്നു? എന്താണ് സാധനം ഗൈസ്? ഇത് സാൻഡ്വിച്ച് അല്ലേ? സമൃദ്ധമായ ഏതൊക്കെയാണ് പോർക്കെന്ന് മാത്രം നോക്കിയാൽ. ഇതാണ് സാൻഡ്വിച്ച്. ഇത് ബ്രിയോഷ് ബ്രെഡ് എന്ന് അങ്ങനെയാണ്. ബ്രിയോഷ് ബ്രെഡ്. അതെ ബ്രെയിൻ വാഷ്. ഇത് കഴിച്ചോണ്ടേ നീ നന്നാവും. ഇവിടെ ഇത് ഉപ്പും കുരുമുളകും മാത്രമേ ഇടുള്ളൂ, അത്രേ ഉള്ളൂ. അപ്പം മൊത്തം മീറ്റിന്റെ ഫ്ലേവറാണ്. ഈ സാധനം ഒരു രക്ഷയല്ല കേട്ടോ. ഈ കോണിന്റെ ഐറ്റം, കോണിന്റെ എന്തോ ഐറ്റമാണ് അപ്പം കൊള്ളാം. പക്ഷെ ഇത് ഫ്ലാഷ് കുറച്ച് കൂടിപ്പോയോ എന്ന് സംശയം. ഇല്ല, ഈ ഒരു സാധനം പൊളി കഴിച്ചു. ഇത് ഡർട്ടി റൈസ് എന്ന് പറഞ്ഞ സാധനമാണ്. ബീഫും ബ്രിസ്ക്കറ്റും ചോറും കൂടെ മിക്സ്. നൈസ്, കൊള്ളാം, നല്ല ഫ്ലേവർ. ഞാൻ ഈ കോണ് തിന്ന് തിരിക്കാറും. ഇതാണ് ബീഫിൻ്റെ ഫാറ്റിൽ പൊരിച്ച ഫ്രൈസ്.
ആ ഫാറ്റിൽ പോയിട്ട് ചെറിയൊരു ഉപ്പ് ടേസ്റ്റ് ഉണ്ട്. ചെറിയ ഫാറ്റിന് ആ സോൾട്ടിനെസ്. ഇത് മറ്റേ പോർക്കാണ്. നല്ല സോഫ്റ്റ് ആണല്ലേ. അത് ഇങ്ങനെ പിച്ച് പിച്ച് എടുക്കാം. ഇതാണ് ഗൈസ് ബ്രിസ്ക്കറ്റ്. നോക്കിയാൽ ഇപ്പം എന്ത് സോഫ്റ്റ് ആണെന്ന് നോക്കിയാൽ. ഇങ്ങനെ എടുത്തിട്ട് അതാണ് ഇങ്ങനെ പിഞ്ഞ് ഇങ്ങനെ ഇങ്ങനെ ഇളവി ഇങ്ങനെ വരും. വെരി ഫാറ്റി പോർഷൻ. സൂപ്പർ ഫാറ്റി. ഇതുണ്ട് ഗൈസ്. ഇത് എത്ര മണിക്കൂർ? 16 മണിക്കൂറാടാ ഇവിടെ. 16 hours സ്മോക്ക് ചെയ്തതാണ്. ഉണ്ടാ അങ്ങനെ നമ്മളിങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനെ ഇളവി ഇങ്ങനെ വരും. ഗുളു 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 ആണ് ഗൈസ്. ഭയങ്കര ഗുളു ഗുളു. നല്ല സോഫ്റ്റ് മീറ്റ്. ഒറ്റ കയ്യിൽ എടുക്കുന്നതുകൊണ്ടാണ് കുറച്ച് ക്യാമറ ഷേക്ക് വരുന്നത് ഗൈസ്. എന്ത് സൂപ്പർ സാധനമല്ലേ. കിട്ടില്ല ടേസ്റ്റ്. ഓ വൺ ഓഫ് ദി ബെസ്റ്റ് ഇതാണ് ഗൈസ് ബ്രിസ്ക്കറ്റ്. ഇത് നിങ്ങൾ മസ്റ്റ് ട്രൈ ആയിട്ട് വന്ന് കഴിച്ചേ പറ്റുള്ളൂ സാധനം. ഈ സാൻഡ്വിച്ചും കൂടെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടെ. വേറെ കോമ്പിനേഷൻ തന്നെ. ഈ ബ്രിസ്ക്കറ്റ് എടുക്കണം. ബ്രിസ്ക്കറ്റ് ഇങ്ങനെ എടുത്തിട്ട് കുളുകുളു ആക്കിയിട്ട് ബ്രെഡിൽ ഇങ്ങനെ വയ്ക്കണം. എന്നിട്ട് ഭയങ്കര ഒരു ഫേവറേറ്റ് കോമ്പിനേഷനാണ് ഗൈസ്. ബ്രിയോഷ് ബ്രെഡും ബ്രിസ്ക്കറ്റും. വൺ ഓഫ് ദി ബെസ്റ്റ്. മീറ്റ് ഇഷ്ടമുള്ളവർക്ക് വരാനുള്ള സ്ഥലമാണ് കഴിച്ചത്. വേറെ ലെവൽ ഐറ്റംസ്. സൈഡ്സും അടിപൊളി. മീറ്റിൻ്റെ കുക്കിംഗ് ഒക്കെ വേറെ പൊളി സംഭവം കേട്ടോ. അടിപൊളി ടെൻഡർ. ക്രേസി ഗൈസ്. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. സാൻഡ്വിച്ച് കൊണ്ടൊന്ന് കഴിച്ചോട്ടെ ഗൈസ്. ഒരു മിനിറ്റ്. ഒരു സാൻഡ്വിച്ച് ഒരു മിനിറ്റ് കടി കഴിച്ചോട്ടെ. ഇതാണ് ട്രഫിൾഡ് ബീഫ് സാൻഡ്വിച്ച്. ട്രഫിൾ ഓയിൽ യൂസ് ചെയ്തേക്കണ സംഭവമാണ്. അതൊക്കെ ബേക്കനാണ് ഗൈസ്. പക്ഷെ ഈ സാൻഡ്വിച്ച് പൊളി ടേസ്റ്റ് കേട്ടോ. ബീഫും ട്രഫിളിൻ്റെ ടേസ്റ്റ് കുറവാണ്. ഒത്തിരി അങ്ങോട്ട് ഓവർ പവറിങ് അല്ല, പക്ഷെ അടിപൊളി. ബിസ്ക്കറ്റിൻ്റെ ടേസ്റ്റാണ് കൂടുതലും വരുന്നത്. ട്രഫിളിൻ്റെ അത്രയ്ക്ക് അങ്ങോട്ട് ഓവർ പവറിങ് ഒന്നും ഇല്ല. കറക്റ്റ് സംഭവം. പിന്നെ നല്ല ടോസ്റ്റ് ചെയ്ത് നല്ല കിഡിലും അടിപൊളി സാൻഡ്വിച്ച് ചേട്ടാ. ദിസ് ഈസ് വർത്ത് ഇറ്റ്. നൈസ്. എടാ ഈ ഒരു പീസ് കഴിച്ചു. ഇത് പാറ്റാണ് കഴിക്കാനുള്ളത്. ഇതിൻ്റെ അലിഞ്ഞു പോണല്ലേ. വേറെ ലെവൽ സാധനം. ഞാൻ പറഞ്ഞില്ലേ, ഇത് ഞാൻ പണ്ടേ പറഞ്ഞ സംഭവമാണ്. ഞാനും വന്നിട്ടില്ല. ഇത് ഞാനും ആദ്യമായിട്ട് അവിടെ വരുന്നത്. ഇത്രയും അറിയാം സൂപ്പർ സ്ഥലം എന്നുള്ളത്. അനന്തും എങ്ങനെ ഉണ്ടറാ? ഇഷ്ടപ്പെട്ടാടാ നിനക്ക്? അങ്ങനെയൊന്നുമില്ല. ഇപ്പം ട്രൈ ഒക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പം അനന്തും ഓക്കെ അടിച്ചു കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഗൈസ്. സാധനം വേറെ ലെവലാണ്. അതുകൊണ്ട് വന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട ഒരു സ്ഥലമാണ് ഗൈസ്. ഇതൊക്കെ ഇതാണ് സാധനം. ഡർട്ടി റൈസ് എന്നാണ് എൻ്റെ പേര്. ഈ സാധനം പൊളി ഐറ്റമാണ്. ഇത് സൈഡായിട്ടാണ് വരുന്നത്. വേണമെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് ഓർഡർ ചെയ്യാം. പിന്നെ ഇതെന്തോ ബേക്കണ്ട ഐറ്റമാണ്. എങ്ങനെ ഉണ്ടാ? കൊള്ളാവോ? എല്ലാവരും മടമടാന്ന് കഴിക്കുന്നുണ്ട്. ഓക്കെ, കഴിച്ചിട്ട് വരാം ഗൈസ്. അങ്ങനെ ഗൈസ്, ഒരു യുദ്ധം കഴിഞ്ഞിട്ട് എല്ലാവരും ഫുള്ള് ഫിനിഷാണ് കേട്ടോ. ഒരെണ്ണം ബാക്കിയില്ല. ഷാരൂനൊന്നും അനങ്ങാൻ വയ്യാന്നൊക്കെ പറഞ്ഞാണ്. നല്ല അടിപൊളി സാധനം കേട്ടോ. ഒരു രക്ഷയില്ല. സൂപ്പർ. നല്ല വൈബ് ക്ലൈമറ്റ് ആണ് ഗൈസ്. മഴ, സംസാരം, സ്മോക്ക് കൾച്ചർ. പക്ഷേ മഴ പെയ്യുന്ന സൗണ്ട് കേൾക്കാൻ രസമുണ്ട് ഇവിടെ.
വേറെ ചോദ്യം എന്നെ ചോദിച്ച പോലെ തന്നെ ചോദിക്കണം. അനന്തുവിന്റെ അടുത്ത് അടുത്ത ചോദ്യമാണ് അനന്തു ഷാരു മരിക്കാൻ കിടക്കുകയാണ്. അല്ല അങ്ങനെയല്ല, ഷാരുവിന് ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ദിവസമാണ്. അപ്പൊ ഷാരുവിനെ നീ രക്ഷിക്കണമെങ്കിൽ ഒരേ ഒരു വഴിയേ ഉള്ളൂ, നീ നിന്റെ എക്സിനെ ഉമ്മ വയ്ക്കണം. അല്ല ചീറ്റ് ചെയ്യണം. ചീറ്റ് ചെയ്യണം, എക്സോ ആയിട്ട് ചീറ്റ് ചെയ്യണം. ചീറ്റ് ചെയ്യണം. എന്നാ നീ എന്ത് ചെയ്യും? ജീവൻ രക്ഷിക്കണമെങ്കിൽ ഹൈഫൈ. ഞാനും ഇത് തന്നെ പറഞ്ഞത്. അല്ല ജീവനല്ലേ അതെ പിന്നെ അല്ല ആസ് എൻ ആക്ടർ ഞാനും അതാണ് അവൻ ചെലപ്പോ അല്ല അല്ല അനന്തു ഇത് അനന്തുയുടെ ബ്രെയിനിൽ തോട്ട് പോകുമ്പോ ശരണ്യ അവിടെ സോംബി എന്നൊക്കെ പറഞ്ഞു. എനിക്ക് ജീവിക്കണ്ടെന്നൊക്കെ പറഞ്ഞിട്ടോ. ഞാൻ ഉദ്ദേശിച്ചെന്ന് അറിയോ, നമ്മളിപ്പോ ആക്ട് ചെയ്യാൻ നേരത്തെ ഉമ്മോക്കണ സീനൊക്കെ അതൊരു ആക്ടറിന്റെ പോസിബിലിറ്റി ഞാൻ ഉമ്മ വെച്ചിട്ടുണ്ടല്ലോ, അഭിനയിക്കുമ്പോ ഉമ്മ വെച്ചിട്ടുണ്ട്. അങ്ങനെ ചിന്തിച്ചാ മതി. റൊമാൻറ്റിക് സീനിൽ അഭിനയിച്ചോണ്ടിരിക്കണം. അപ്പൊ എന്നോട് പറഞ്ഞേ, എടി ആ പെണ്ണിനെ ഞാൻ ഇല്ലേ നീ ആയിട്ട് കണ്ടത് എന്റെ ചാരു മുന്നിൽ അല്ല സീരിയസ്ലി ഇപ്പൊ റൊമാൻസ് ഒക്കെ ഞാൻ പറയും എന്റെ ചാരോട് നീക്കണം. രണ്ടും അപ്പൊ മനസ്സിലായല്ല. അപ്പൊ അഭിനയിക്കുമ്പോ അങ്ങനെയാണല്ലേ. നിനക്ക് പെർഫെക്റ്റ് കണ്ടസ്റ്റന്റിനെ തന്നെ കിട്ടിയേട്ടാ. അപ്പൊ ഞാൻ പേടിച്ചിരിക്കുന്നേട്ടാ. ഇതിന്റെ എന്റെ അടുത്ത് ചോദിച്ചു, ഞാൻ ആൻസർ പറഞ്ഞത് എന്തിനാണെന്ന് അറിയാവോ? അപ്പം ഇവളല്ലേ, അപ്പം ഞാൻ നീയുമായിട്ട് ബ്രേക്കപ്പ് ആവും, അപ്പൊ നീ എന്റെ എക്സ് ആയി. പിന്നെ എവളാ എടാ ഞാൻ ചോദിച്ചത് എവളെ എക്സായ പിന്നെ എവളെ എന്തിനു രക്ഷിക്കുന്നത്? സത്യമല്ലേ, എക്സ് ആയ പിന്നോട് രക്ഷിക്കണം. ലോജിക് ഇല്ലാത്ത. ആദ്യം ഞാൻ പറഞ്ഞെന്താണെന്ന് അറിയാവോ, ഇവിടെ ചീറ്റ് ചെയ്യണമെന്നല്ലേ പറഞ്ഞത്. ഒരുത്തിപ്പൂടെ മൂക്കുപൊടി എടുത്ത് മൂക്കി വലിക്കും, അപ്പൊ ഞാൻ തുമ്മുമല്ലോ, അത് ചീറ്റി കളയും. അമ്മൂനോട് ചോദിക്കാം ചോദ്യം. ഓക്കെ ഗൈസ്, ചളി ഓഫ് ഇന്ത്യ. ഓക്കെ ഗൈസ്, ഇതാണ് ബില്ല്. 5199 രൂപ. ഏറ്റവും വില കൂടിയത് ബ്രിസ്ക്കറ്റ് തന്നെയാണ് ഗൈസ്, ബിക്കോസ് 16 മണിക്കൂർ സ്മോക്ക് ചെയ്യണതിൻ്റെ ആ ഒരു റേറ്റാണ്. ഇത് എപ്പോഴൊന്നും കഴിക്കണ്ട ഗൈസ്, വല്ലപ്പോഴും ഒരു പ്രാവശ്യം കഴിക്കുക ഫ്രണ്ട്സൊക്കെ ആയിട്ട് പോകുമ്പം ഷെയർ ചെയ്ത് കഴിക്കുമ്പം ഈ ഒരു പ്രൈസിന് അത്യാവശ്യം വേർത്താണ്. നൈസ്, നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ഗൈസ്. എല്ലാവരും ഹാപ്പിയാണ്. ഇതൊക്കെ ഇന്നത്തെ ഹാലോവീൻ സ്പെഷ്യാലിറ്റിയാണ്. സൂപ്പർ ആംബിയൻസ് ആട്ടോ, അടിപൊളി ആംബിയൻസ്. എന്തോ സൂപ്പർ അല്ലേ ലൈറ്റിംഗ്? Hey man, what's up? ഇത് ഗേറ്റിന്റെ വെളിയിലുള്ള ഐറ്റംസ് ആണ് ഗൈസ്. ഇത് നോക്കിയേ, അടുത്ത സാധനം അസ്ഥികൂടം സ്മോക്ക് കൾച്ചർ. കൊള്ളാം ഗൈസ്, നല്ല ബൈക്ക്. ഇത് ഷെഫിന്റെ ആണ്, ഓണർ ബ്രോ അല്ലേ ഓണർ? ഹായ് സനി, ഹായ് ബ്രോ. ഒക്കെ തുടങ്ങിയ സമയത്ത് ഞാൻ ഫോളോ ചെയ്യുന്നതാണ്. ഫുഡ് ക്യാമറ എന്നുകൊണ്ട് എനിക്കൊരു ഇൻസ്റ്റാഗ്രാം പേജ് ഉണ്ട്, ഫുഡ് ക്യാമറ. സോ അപ്പൊ എനിക്ക് തോന്നുന്നു അന്ത ടൈമിൽ ഐ തിങ്ക് പുള്ളി ഒരു സ്മോക്കർ എനിക്ക് തോന്നുന്നു ആ സമയം മുതലേ ഐ തിങ്ക് ഐ ബീൻ ഫോളോയിങ്. ബട്ട് ഐ നെവർ ഗോട്ട് എ ചാൻസ് ടു കം. ഇപ്പോഴാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എവരുടെ കൂടെ വന്നത്. അങ്ങനെ സൂപ്പർ സൂപ്പർ ബിസ്ക്കറ്റ് നെക്സ്റ്റ് ലെവൽ. എനിവേസ് ഇനിയിപ്പോ റെഗുലർ എന്തായാലും സംഭവം മനസ്സിലായി, വീടും ഫുൾ സെറ്റപ്പ് ആയല്ലോ. ഓക്കെ ബ്രോ, ബൈ, താങ്ക് യു, ബൈ, ഗുഡ് നൈറ്റ്, ബൈ. ഗൈസ്, ഇന്നത്തെ പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. എല്ലാവരും ടാറ്റ കൊടുക്കൂ ഗൈസ്. നമ്മൾ ഫുഡൊക്കെ അടിച്ചു കഴിഞ്ഞു. ബൈ.